അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച് വയനാട്ടിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലിനും ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിക്കും സീറ്റില്ല. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ സംഷാദ് മരക്കാർക്കും സീറ്റില്ലെന്നാണ് സൂചന. അതൃപ്തിക്കിടെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നുണ്ടാവും. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് വിവരങ്ങൾ. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സംഷാദ് മരക്കാർക്കൊക്കെ അത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഭാരവാഹിയാണല്ലോ, എന്തുകൊണ്ടാണ് സീറ്റില്ലാത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് സുർജിത്ത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഈ കോൺഗ്രസിനകത്ത് യുവാക്കളെ തഴയുന്ന വിധത്തിൽ, അതായത് ഇവിടുത്തെ യുവ മുഖങ്ങളെ തഴയുന്ന വിധത്തിലുള്ള ഒരു പട്ടികയാണ് തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ചത് UDF 5 സീറ്റുകളായിരുന്നു. ഇത്തവണ 6 സീറ്റുകൾ. അതിൽ ഒന്ന് തോമാട്ടുചാൽ സീറ്റ് വിട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ജനറൽ സീറ്റാണ്. അവിടെയാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജഷീർ പള്ളിവയലിനെ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ സീറ്റ് ലീഗിന് വിട്ട് നൽകിയിരിക്കുകയാണ്. ജഷീർ പള്ളിവയൽ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ജനപ്രതിനിധിയായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ വെട്ടിമാറ്റി. അതോടൊപ്പം തന്നെ ഈ കാലങ്ങളായി 25 വർഷത്തോളമായി നൂൽപ്പുഴ എന്ന് പറയുന്ന ഈ ഡിവിഷൻ അത് പിടിച്ചെടുത്ത LDF നിന്ന് പിടിച്ചെടുത്ത ആളായിരുന്നു ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അമൽ ജോയ്. ആ ഡിവിഷനിൽ കഴിഞ്ഞ തവണ വിജയിച്ച ആളാണ്. ആ ഡിവിഷൻ പിടിച്ചെടുത്ത ആളാണ്. അദ്ദേഹം ഇത്തവണ പരിഗണിച്ചിരുന്നത് കേണിച്ചിറ ഡിവിഷനിലായിരുന്നു. കേണിച്ചിറയിലെ പ്രാദേശിക പാർട്ടി നേതാക്കൾക്കൊന്നും ഒരു തരത്തിലുള്ള എതിർപ്പ്, പ്രാദേശിക പ്രവർത്തകർക്കൊന്നും അല്ലെ ഒരു തരത്തിലുള്ള എതിർപ്പും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കേണിച്ചിറയിലേക്ക് അമൽ ജോയിയെ പരിഗണിച്ചില്ല. അവസാന ഘട്ടത്തിൽ വെട്ടിമാറ്റുകയാണ് ഉണ്ടായത്. ഒരു സംസ്ഥാന കോൺഗ്രസ് നേതാവിന് ഈ സീറ്റ്, സീനിയർ ആയിട്ടുള്ളൊരു നേതാവിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മീനങ്ങാടി ഡിവിഷനാണ് മറ്റൊന്ന്. മീനങ്ങാടി ഡിവിഷനിലേക്ക് പരിഗണിച്ചത് മീനങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള KE വിനയായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും വാർഡിലേക്ക് മത്സരിക്കാൻ, അതായത് പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃഷ്ണഗിരിയിൽ നിന്നാണ് KE വിനയൻ മാറ്റിവെക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള സംഷാദ് മരക്കാരെയും പരിഗണിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തവിഞ്ഞാൽ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ഭാരവാഹി കൂടിയായിട്ടുള്ള അസീസ് വാളാട് കഴിഞ്ഞ ടൈം ജയിച്ചയാളാണ്. അദ്ദേഹത്തെ പഞ്ചായത്തിലേക്ക് പോലും പരിഗണിക്കുന്നില്ല. അത്തരത്തിൽ നിലവിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ അതൃപ്തി രൂപപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തഴയുന്ന സാഹചര്യത്തിൽ ബത്തേരിയിലടക്കം പ്രതിഷേധം ഉയരുന്നുണ്ട്. അമ്പലവയൽ കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശിക നേതാവ് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം വയനാട് ദുരന്തത്തിന് സമയത്തും നമ്മളോട് ചർച്ചയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഈ സംഷാദ് മരക്കാരൊക്കെ നടത്തുന്ന ഇടപെടൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിയമസഭയിൽ ഒരു സീറ്റ് കൊടുക്കുന്ന കാര്യം കോൺഗ്രസിന് ആലോചിക്കാവുന്നൊക്കെയാണ്. തീർച്ചയായും അത്തരത്തിൽ പരിഗണിക്കേണ്ട ആളാണ്. പക്ഷെ ഇത്ര കാലമായിട്ടും ഇത്ര സമയമായിട്ട് പോലും അദ്ദേഹത്തിനെ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ജഷീർ പള്ളിവേലൊക്കെ സമരങ്ങളിൽ നിരന്തര സാന്നിധ്യമാണ്. അമൽജോയ് അടക്കമുള്ളവർ നിരന്തരം സമരങ്ങളിൽ സാന്നിധ്യമാണ്. നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളാണ്. ഇവരെ ഒന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കിയെന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലെല്ലാം തന്നെ സജീവമായ ചർച്ചയാണ്. പ്രത്യേകിച്ച് ഒരു ജനറൽ സീറ്റാണ് ലീഗിന് വിട്ടുകൊടുത്തത്. ഇതിലെല്ലാം തന്നെ അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യം ജില്ലയിലെ കോൺഗ്രസിനകത്തുണ്ട്. ഹാഷ്മി, മുന്നണികളിൽ പാർട്ടികളിൽ അതൃപ്തി കാലമാണ്. ഈ പറയുന്ന രീതിയിൽ പലരെയും ഒതുക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതി വരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന നാൾ വരെയും, ചിലപ്പോൾ അത് കഴിഞ്ഞും ഈ തർക്കങ്ങളൊക്കെ തുടരും എന്ന തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.